ഹായ് ഹലോ എല്ലാവർക്കും കോക്കോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ കോക്കോയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വീടുകളിൽ കോക്കോയെ പോലെ പൂച്ചക്കുട്ടികളെ ഓമനിച്ച് വളർത്തുന്നവർ മസ്റ്റായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. കാരണം നമ്മൾ ഈ ഇത്തരം പൂച്ചകൾക്ക്, നാടൻ പൂച്ചകൾക്ക് വീടുകളിൽ വാങ്ങുന്ന മീനിൻ്റെ തലയും അതുപോലെ വേസ്റ്റൊക്കെയാണ് കൊടുക്കുക പതിവാണ്. അപ്പോൾ ഇത്തരത്തിൽ മീൻ തല കൊടുത്തതിൽ നിന്നും പറ്റിയിട്ടുള്ള ഒരു വിഷബാധയായിരുന്നു എൻ്റെ കോക്കോയ്ക്ക്. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പൂച്ചയായിരുന്നു കോക്കോ. അപ്പോൾ ഈ മീൻ തല കഴിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ മുതൽ അവൻ എൻ്റെ അടുത്തേക്ക് വരുമൊന്നും ചെയ്യുന്നില്ല, കിടന്ന കിടപ്പ് തന്നെയാണ്. അപ്പോൾ എന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവന് നടക്കാൻ പോലും പറ്റുന്നില്ല. നടക്കുമ്പോഴത്തേക്കും കാലൊക്കെ അങ്ങ് വേച്ച് പോവുകയാണ്. കാരണം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. അന്ന് ഫസ്റ്റ് ഡേ അവൻ രാവിലെ എണീറ്റപ്പോൾ ഒന്ന് വൊമിറ്റ് ചെയ്തു. അപ്പോൾ നല്ല മഞ്ഞ കളറിലാണ് അവൻ വൊമിറ്റ് ചെയ്തത്. അപ്പോൾ വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വെള്ളം കഴിക്കുന്നില്ല. ചോറ് കൊടുത്തു, മീനൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു നോക്കുമ്പോഴും അവൻ ആ സ്മെല്ലടിക്കുമ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് ഒന്നും കഴിക്കുന്നില്ല, വെള്ളം പോലും അവൻ കുടിക്കാനില്ലാത്തൊരവസ്ഥ. രണ്ടാമത്തെ ദിവസമായി, മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും അവന് ഒട്ടും വയ്യ. അവൻ പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് നേരം നിലത്ത് കിടക്കും, പിന്നെ അവൻ്റെ കൂട്ടിനകത്ത് കയറി കിടക്കും, പിന്നെ ചൂടുള്ളിടത്ത് വെയിലേറ്റ് കിടക്കണ ആ ഒരു ടെറസിൻ്റെ മുകളിൽ കിടക്കും. അവിടെ അങ്ങനെ മാറിയായിട്ട് അവനെ കിടക്കും. എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉള്ളതുപോലെയാണ് തോന്നിയത്. പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല. മൂന്നാമത്തെ ദിവസം പിന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ ഇൻഫെക്ഷൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ 3 ഇഞ്ചക്ഷൻ എടുത്തു. രണ്ടാമത്തെ ദിവസം 2 ഇഞ്ചക്ഷൻ, 2-3 ദിവസം 2 ഇഞ്ചക്ഷൻ വീതമാണ് അവന് എടുത്തത്. കാർമിസൈഡ് മരുന്നും തന്നിട്ടുണ്ടായിരുന്നു. അത് 5 ദിവസം കൊടുക്കാനാണ് പറഞ്ഞത്. 3 നേരം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ മരുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഇഞ്ചക്ഷൻ എടുത്ത് വന്നതിന് ശേഷം, വീട്ടിൽ വന്നതിന് ശേഷം അല്പം അവനെന്തൊക്കെ വിശപ്പുള്ളതുപോലെ തോന്നി. എൻ്റെ കൂടെ വേഗം അടുക്കളയിലേക്ക് വന്നു. ഞാൻ പിന്നെ കുറച്ച് പാല് എടുത്ത് കൊടുത്ത് അത് കുടിച്ചു. പിന്നെ കിടപ്പ് തന്നെയായിരുന്നു, വേറെ അധികമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അവൻ ഒരു ചിത്രശലഭം പോകണതുകൊണ്ട് അത് പിടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് തോന്നി കുഴപ്പമില്ല, ബെറ്ററായി വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ അന്ന് വൈകിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. രാത്രിയിൽ നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ തുടർന്നുള്ള 2 ദിവസങ്ങളും പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നും കൊടുത്ത് പിറ്റേ ദിവസം തൊട്ടാണ് അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. ശബ്ദം എന്നാലും അങ്ങനെ ഒരു നല്ലൊരു ശബ്ദത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പയ്യെ ഒന്ന് ശബ്ദം തെളിഞ്ഞ് വരുവാണ് ചെയ്തത്. ശബ്ദം നന്നായിട്ട് വരാനായിട്ട് ഒരാഴ്ച വീണ്ടും എടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു നോർമൽ ലൈഫിലേക്ക് ആയിട്ട് നമ്മുടെ കോക്കോ മിടുക്കനായി. ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുമുണ്ട്. എന്നാലും ഞാനിപ്പം ഈ മീൻതലയൊക്കെ കൊടുക്കുന്നത് അങ്ങ് മാറ്റി. ഇപ്പോൾ മീനധികവും ഞാൻ വേവിച്ച് തന്നെയാണ് കൊടുക്കാറ്. ഇവൻ്റെ കൂടെ അന്ന് ആ മീൻതല കഴിച്ച അവൻ്റെ ചേച്ചി മരിച്ചുപോയി. നമ്മളോടൊട്ടും ഇണക്കമില്ലാത്തൊരു പൂച്ചയായിരുന്നു കേട്ടോ. ഇവൻ്റെ ഭക്ഷണമൊക്കെ വന്ന് കഴിക്കും, പക്ഷേ രാത്രിയിൽ ഇവൻ്റെ കൂട്ടിൽ വന്നായിരിക്കും കിടക്കുകയും ചെയ്യണത്. പക്ഷെ നമ്മളോടത്ര ഒട്ടും ഇണക്കമില്ലാത്ത, നമ്മളെ കാണുമ്പോഴത്തേക്കും ഓടിപ്പോകുന്ന ഒരാളായിരുന്നു അവൻ്റെ ചേച്ചി. പിന്നെ കോക്കോയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് കുറച്ച് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം പേർഷ്യനായാലും നാടനായാലും അവരും ജീവനുള്ളവയാണ്. കോക്കോയെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾക്ക് കോക്കോയെ തിരിച്ച് കിട്ടിയത്. പിന്നെ അവൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അത് നമ്മളോടൊട്ടൊരു ഇണക്കവും ഇല്ലാത്തത് കൊണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി കലർത്തിയ വെള്ളം കൊടുക്കുന്നത് പൂച്ചകൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ ഞാനിപ്പം കോക്കോയ്ക്ക് അങ്ങനെ വെള്ളം കൊടുക്കാറുണ്ട്. ഒക്കെ പരിശോധന നടത്തിയാലും വിഷാംശങ്ങൾ അടങ്ങിയ മീൻ തന്നെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ മനുഷ്യനായാലും മൃഗങ്ങളായാലും അത് സൂക്ഷിച്ച് തന്നെ കഴിക്കുക. പൂച്ചകൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും അത് വേവിച്ച് തന്നെ കൊടുക്കാനായിട്ട് എല്ലാവരും നോക്കുക കേട്ടോ. അപ്പോൾ കോക്കോയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.